ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ കൂടെ. യേശു അടുത്തുചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. ഒരു പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടുകയും സ്നാനത്തിനായി തീരുമാനമുള്ള ദൈവമക്കൾക്ക് സ്നാനജലത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യാവുന്നതാണ്. ആയിരത്തി 900 വർഷം മുൻപ് മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കാൽവറി ക്രൂശില് സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ ക്രൂശിതനായ യേശു ക്രിസ്തു സൂസന്നയുടെ പാപങ്ങൾക്ക് വേണ്ടിയുമാണ് മരിച്ചതെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഈ കർത്താവ് താമസം വിന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടും എന്ന് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഈ സ്നാനത്തിന് ശേഷം നിനക്ക് നൽകുന്ന ആയുസ് മുഴുവനും യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം വരാത്ത നിലയിൽ ജീവിച്ചു കൊള്ളാം എന്ന ദൈവസന്നിധിയിൽ നീ തീരുമാനിക്കുന്നുവോ? ഈ പ്രിയ മകളുടെ വിശ്വാസത്തിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അവൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തേണമെന്നുള്ള ദൈവകൽപ്പന പ്രകാരം നീയും യേശു ക്രിസ്തുവിനോട് ചേരേണ്ടതിന്, ഒരു പുനരുത്ഥാന ശരീരം നിനക്കും ലഭിക്കപ്പെടേണ്ടതിന് എനിക്ക് ലഭിച്ച ഇടയാ ശുശ്രൂഷയുടെ നിയോഗം അനുസരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വെള്ളത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം യേശുവിന്റെ നാമത്തിൽ, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയുടെ പാപത്തെ പരിഹരിപ്പാൻ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കുരുടരെ കാഴ്ച നൽകുകയും മുടന്തരെ നടക്കുമാറാക്കുകയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും ചെയ്തവൻ കാൽവറി ക്രൂശില് സകല മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിതനായി തീർന്നു എന്നും അവന്റെ രക്തത്താൽ നിനക്കും പാപമോചനമുണ്ട് എന്നും പ്രിയ ഫെബിയ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെടുത്തണം എന്നുള്ള ദൈവകൽപ്പന
തിരുവെഴുത്തിൽ നിന്ന് പരപ്രേരണ കൂടാതെ നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ താമസമിന വെളിപ്പെടും എന്നുള്ളത് നിനക്ക് വാസ്തവമായി അറിയാമോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം സഹോദരി ഫെബിയ, നീയും യേശുക്രിസ്തുവിനോട് ചേരേണ്ടതിന്, നിനക്കും ഒരു പുനരുത്ഥാന ശരീരം ലഭിക്കപ്പെടേണ്ടതിന് എനിക്ക് ലഭിച്ച ഇടയ ശുശ്രൂഷയുടെ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. നീ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയാണ്. നിനക്കും ഒരു പുനരുത്ഥാന ശരീരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ഓ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാ പാപങ്ങളെ വഹിച്ച് കാൽവറിയിൽ മരിക്കുകയും അവന്റെ രക്തം കൊണ്ട് സകല മാനവരാശിക്കും പാപവിമോചനം നൽകുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തു കെസിയായുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് കെസിയ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള ദൈവകൽപ്പന തിരുവെഴുത്തിൽ നിന്ന് പരപ്രേരണ കൂടാതെ നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നിനക്ക് ഈ സ്നാനത്തിന് ശേഷം ലഭിക്കുന്ന ആയുസ് മുഴുവനും യേശുക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം വരാത്ത നിലയിൽ ജീവിച്ചു കൊള്ളാം എന്ന് നീ സമ്മതിക്കുന്നുവോ? നീ വിശ്വസിക്കുന്ന യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വേഗത്തിൽ വെളിപ്പെടും എന്നുള്ളത് നിനക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക.